മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ കയറിയ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 5 പേർ പിടിയിൽ. അവളുടെ ആരോഗ്യനില ഗുരുതരം. ഉത്തർപ്രദേശ് ലഖ്നൌവിലെ ആഷിയാന കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 13 വയസ്സുകാരിയാണ് ഈ ക്രൂര പീഡനത്തിന് ഇരയായത്. കെയർ ഹോമിലെ ജോലി ചെയ്തിരുന്നു ആ പെൺകുട്ടി. അവൾ ആ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വലിയ കാറ്റും മഴയും എത്തി. അങ്ങനെയാണ് ആ നിർമ്മാണം പൂർത്തിയാകാത്ത ആ കെട്ടിടത്തിലേക്ക് അവൾ കയറിയത്. പെൺകുട്ടിയെ കണ്ട ആ പ്രതികളിൽ ഒരാൾ അവളെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു. ആ പെൺകുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയതോടുകൂടി ആ കെട്ടിടത്തിൽ അവനൊപ്പമുള്ള മറ്റുള്ളവരും ഓടിയെത്തി അവളുടെ വായിൽ തുണി തിരുകി, കൈയും കാലും കെട്ടി. പിന്നീട് മർദ്ദനമായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാവരും ചേർന്ന് ബലാത്സംഗം. ഈ പെൺകുട്ടി ജോലി നോക്കുന്ന കെയർ ഹോമിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും ഇറങ്ങി എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല. അങ്ങനെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയതോടുകൂടിയാണ് ഈ ക്രൂര പീഡനത്തിന്റെ വിവരം പുറം ലോകം അറിയുന്നത്. നാട്ടുകാരും ആ പെൺകുട്ടിയെ തേടി തെരച്ചിലിനിറങ്ങി. അങ്ങനെയാണ് ആ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ അവളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. നാട്ടുകാർ തന്നെയാണ് ആ പ്രതികളെയും കണ്ടെത്തി പിടികൂടുന്നത്. കെട്ടിടത്തിന് മുകളിൽ ഒരു വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ആ പ്രതികൾ. പോലീസ് എത്തി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സീതാപൂർ ജില്ലയിൽ നിന്നുമുള്ളവരാണ് ഈ പ്രതികൾ. പോലീസ് പറയുന്നത് പക്ഷേ മറ്റൊരു കഥയാണ്. പ്രതികൾ എന്ന് പറയുന്നവരിൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവളെ പീഡിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഭാഷ. പക്ഷെ പ്രദേശവാസികൾ ഈ വാദത്തെ എതിർക്കുന്നു. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് പോലീസിന്റെ വാദം. പെൺകുട്ടിക്ക് പ്രതിയുമായി നേരത്തെ പരിചയമുണ്ടെന്നും പോലീസ് നിഗമനം. आज रात्रि थाना आशियाना पर जरिए 112 सूचना मिली कि एक माइनर बच्ची है जिसके साथ दुष्कर्म की सूचना मिली। तत्काल पुलिस मौके पर पहुंची और जो मेन अभियुक्त है उसको चिन्हित कर लिया गया है। उसको हिरासत में लेकर पूछताछ की जा रही है। मौके का निरीक्षण फॉरेंसिक टीम के साथ किया जा रहा है। साक्ष्य संकलित किए जा रहे हैं। परिजनों से तहरीर ली जा रही है और अभी विधिक कार्रवाई प्रचलित है। അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലമാണ് 13 വയസ്സുകാരിക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നത്. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ അച്ഛനും അമ്മയും വീട്ടുജോലി ചെയ്താണ് കുടുംബം പോറ്റുന്നത്. കുറച്ചുകൂടി വരുമാനം, അധിക വരുമാനത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ അവർ കെയർ ഹോമിലേക്ക് അയച്ചിരുന്നത്. അന്ന് പതിവ് പോലെ ആ കെയർ ഹോമിലേക്ക് പോയതാണ് അവൻ. കെയർ ഹോമിലേക്ക് പോയി മടങ്ങും വഴിയാണ് കാലാവസ്ഥ പ്രതികൂലമായത്. അതൊരു പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. എന്തായാലും പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അവളുടെ ചികിത്സ തുടരുന്നു. പൂർണ്ണമായും അവൾ ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.